നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ന് നവംബർ മാസം 4-ാം തീയതി മുതൽ നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയുടെ പുതിയ സംവിധാനത്തിന്, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIRന് തുടക്കം കുറിക്കുകയാണ്. കൃത്യമായി നമ്മുടെ വീടുകളിലേക്ക് BLOമാർ ഇന്നു മുതൽ എത്തി തുടങ്ങുന്നതായിരിക്കും. SIR നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക ഇപ്പോൾ അസാധുവായിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജന്റുമാരും നമ്മുടെ വീടുകളിലേക്ക് എത്തി തുടങ്ങും. ഇന്ന് 2025 നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതാണ്. ഡിസംബർ 9 കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഈ സമയം ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഡിസംബർ 9 വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഡിസംബർ 9 മുതൽ ജനുവരി 31 വരെ ഹിയറിംഗും വെരിഫിക്കേഷനും നടക്കുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കുന്നതാണ്. ആധാർ അടക്കം 12 രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ്. അവസാനമായിട്ട് 2002, 2004 കാലഘട്ടത്തിലാണ് SIR നടന്നത്. ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ. അതിൽ പേരില്ലാതായാൽ 2002, 2003, 2004 കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും. പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം. പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കെ അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾക്ക് ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അവസരമുണ്ട്. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കാണ് വോട്ട് ചേർക്കാനായിട്ട് അവസരം ലഭിക്കുക. സപ്ലിമെൻ്ററി പട്ടിക ഈ മാസം 14 പ്രസിദ്ധീകരിക്കും. സ്ഥാനമാറ്റത്തിനും പേരൊഴിവാക്കുന്നതിനും അപേക്ഷ നൽകാം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അത് നവംബർ 5 മുൻപ് പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഡിസംബർ 5-നും 15-നും ഇടയിൽ 2 ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടന്നേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പുത്തൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. റോഡ് ടെസ്റ്റ് കൂടുതൽ കർശനമാക്കാനാണ് നീക്കം. കാൽനട യാത്രക്കാരുടെ ഉൾപ്പെടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പാർക്കിങ്ങിൽ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ RTOകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ പാർക്കിങ്ങിൽ പരിശീലനം നൽകുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി ഉറപ്പാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധനകൾ നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശീലനം നൽകാത്ത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് റദ്ദാക്കണമെന്നും അവർ അംഗീകൃത റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നടത്തുന്ന ഇത്തരത്തിലുള്ള പാർക്കിങ്ങുകളൊക്കെ നിയന്ത്രിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം. കാൽനട യാത്രക്കാരുടെ കാഴ്ച മറച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടുമാണ് പലരും വാഹനങ്ങളൊക്കെ തന്നെ റോഡരികിലൊക്കെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പാർക്കിങ്ങുകൾ പലപ്പോഴും ഗതാഗത കുരുക്കിന് പോലും കാരണമായി മാറാറുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI. നേരത്തെ 5 മുതൽ 7 വരെയും 15 മുതൽ 17 വരെയും ഉള്ളവർക്കുള്ള നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൗജന്യമായി ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ നിർദ്ദേശമനുസരിച്ച് 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കുന്നതാണ്. നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിൽ എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വയസ്സ് വരെ ബയോമെട്രിക് ശേഖരിക്കാത്തതിനാൽ തന്നെ കുട്ടികൾക്ക് 5-ാം വയസ്സിലും 15-ാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. പുതുക്കൽ നടക്കാത്ത ആധാർ കാർഡുകളൊക്കെ തന്നെ പ്രവർത്തനരഹിതമാകുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, സ്കൂൾ അഡ്മിഷൻ, NEET, JEE തുടങ്ങിയ മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാ കുട്ടികളും ഈ സൗജന്യ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് കേരള സംസ്ഥാന IT മിഷൻ ഡയറക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സൗജന്യ ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ദീർഘകാലമായിട്ട് സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായിട്ട് ഭൂമി പതിച്ചു നൽകുന്നതിന് വരുമാന പരിധി തടസ്സമാകുന്ന സാഹചര്യത്തിലാണ് ചട്ടഭേദഗതിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർദ്ദേശം നൽകിയത്. ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റപ്പെടുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2013 വരുമാന പരിധി 1 ലക്ഷം രൂപയാക്കി നിശ്ചയിച്ചത്. കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് 1 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നുള്ളത് വളരെ കുറവായതിനാൽ ഇതിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾക്കെല്ലാം കമ്പോള വില ഒടുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. ഇതിനാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുള്ളത്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം ഈ മാസം 20-ാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഒന്നല്ല 2 ഗഡുക്കളാണ് വിതരണത്തിനായിട്ട് തയ്യാറെടുക്കുന്നത്. അതായത് കുടിശ്ശികയുണ്ടായിരുന്ന നമുക്ക് 5 മാസങ്ങളിലെ തുക ആ ഗഡുക്കളിൽ 4 ഗഡുക്കൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇനി ശേഷിക്കുന്ന 1 ഗഡുവിൻ്റെ വിതരണം കൂടി മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ഈ മാസം ഉണ്ടാകുന്നതാണ്. ഈ നവംബർ മാസം 20-ന് ശേഷം ഈ തുക നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇതുകൂടാതെ സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപയും അങ്ങനെ മൊത്തത്തിൽ 3600 രൂപയായിരിക്കും നമുക്ക് ഈ മാസം എത്തിച്ചേരുക. സോ ഈ വർദ്ധിപ്പിച്ച പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നടപടികളൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ തന്നെ ചോദിച്ചിരുന്നു. അവർക്കുള്ള മറുപടിയാണ് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഇനി അപേക്ഷകളോ അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. മസ്റ്ററിങ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഈ 2 കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടത്. അതിൽ വരുമാന സർട്ടിഫിക്കറ്റ് ചില ആളുകളോട് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത്തരത്തിൽ സമർപ്പിച്ചിട്ടുള്ളവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സേവനയുടെ സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ തന്നെ എല്ലാ വിവരങ്ങളും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അറിയാൻ സാധിക്കും. പെൻഷൻ കഴിഞ്ഞ മാസം വരെ ലഭിച്ച എല്ലാവർക്കും തുടർന്നുള്ള മാസങ്ങളിലും പെൻഷന് അർഹതയുണ്ടായിരിക്കും. പ്രത്യേകിച്ചും രേഖകളൊന്നും സമർപ്പിക്കേണ്ട നിലവിൽ ആവശ്യമില്ല. സാധാരണഗതിയിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായി തന്നെ നമുക്ക് എല്ലാ മാസങ്ങളിലും ഇനി എത്തിച്ചേരുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക ലഭിക്കുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്റ്റാറ്റസ് നിർബന്ധമായിട്ടും പരിശോധിക്കുക എന്നുള്ളതാണ്. കാരണം ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ നമുക്ക് ഫണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ സേവനയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നവംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് നവംബർ 4-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും 1 കിലോ പഞ്ചസാരയും ഈ മാസം ലഭിക്കുന്നതാണ്. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ നിരക്കിൽ, പഞ്ചസാര 27 രൂപയ്ക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പിങ്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ വീതം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് അത് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്ക് 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും, വെള്ള റേഷൻ കാർഡിന് 5 കിലോ വീതം അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി അതും 10 രൂപ 90 പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസവും അത് വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡുകൾക്ക് 1/2 ലിറ്ററുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഈ നവംബർ മാസവും വാങ്ങിയിട്ടില്ല എങ്കിൽ ഡിസംബർ മാസവും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും സംസ്ഥാനത്ത് ഇപ്പോൾ തുടരുകയാണ്. സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 10% വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. 1/2 കിലോ വീതം മുളകും വെളിച്ചെണ്ണയുമാണ് സബ്സിഡിയായി നൽകിയിരുന്നത്. എന്നാൽ ഓണത്തിന് നൽകിയതുപോലെ മുളകും വെളിച്ചെണ്ണയും ഒക്കെ 1 കിലോയ്ക്ക് സബ്സിഡി നൽകും. 8 കിലോയ്ക്ക് പുറമെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വർധനവുമായി സ്വർണ്ണവില ഉപഭോക്താക്കളെ അമ്പരപ്പിക്കുന്നു. ഒക്ടോബർ 3 തിങ്കളാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കൂടി 11,290 രൂപയും പവന് 120 രൂപ കൂടി 90,320 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.